ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നുബയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു മേക്കപ്പാണ്. കൂടെ ഞാൻ വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് ഫോട്ടോസും കൊടുക്കട്ടെ. ഒറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്, കാരണം സെയിം മേക്കപ്പ് തന്നെയായിരുന്നു, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമല്ല. അപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒറ്റ വീഡിയോയിൽ നിർത്തണേ കേട്ടോ. അപ്പോൾ നുബയുടെ സ്കിന്ന് വന്നിട്ട് ഓയിൽ സ്കിന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിന് വന്നിട്ട് നുബയുടെ സ്കിന്ന് നല്ലതുപോലെ ഫേസ് നല്ലതുപോലെ ഒരു വൈപ്സ് വെച്ച് നല്ലതുപോലെ വൈപ്പ് ചെയ്തെടുത്തു കേട്ടോ. നമ്മൾ എത്രത്തോളം ഫേസ് ക്ലെൻസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ മേക്കപ്പിന് നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. പിന്നെ ലിപ്സ് വന്നിട്ട് നല്ല ക്രാക്കായിരുന്നു, നല്ല പോലെ ഇങ്ങനെ പീൽ ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നല്ല സ്ക്രബ് ചെയ്തിട്ട് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തു, കാരണം ഒരു എക്സ്ട്രീം ഡ്രൈ ലിപ്സ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നല്ലതുപോലെ ലിപ് ബാം അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം പിന്നെ നമുക്ക് സ്കിന്നിൽ കാണുമ്പോൾ അറിയാം അത്യാവശ്യം നമുക്ക് കവർ ചെയ്യേണ്ട കൺസീൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാൻ ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കവർ ചെയ്തിട്ടുള്ളൊരു മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം നമ്മൾ മേക്കപ്പിൻ്റെ വീഡിയോസാണ് മോസ്റ്റ്ലി ഞാൻ ഇടാറ്. പിന്നെ ചെറിയ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ വിശേഷങ്ങളായിരിക്കും കേട്ടോ ഇടാറുള്ളത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എനിക്ക് തോന്നുന്നു ഈ ഒരു നെക്സ്റ്റ് മന്ത് ഞാൻ കുറച്ച് വീട് പണിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വ്ളോഗൊക്കെ ആയിട്ട് വരാട്ടോ. അപ്പോൾ അതും ഇഷ്ടപ്പെടുന്നവരൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെ കൊണ്ടുവരാനാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. അപ്പോൾ നുബയുടെ മേക്കപ്പിലോട്ട് തന്നെ പോവാം. നമ്മൾ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുന്നുള്ളൂ. എന്നോട് നുബ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ചേച്ചി എനിക്കൊന്ന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കണം, ലിപ്സും എൻ്റെ ഐസും എനിക്ക് നല്ലതുപോലെ ഇങ്ങനെ നല്ല അടിപൊളി മേക്കപ്പ് ആയിരിക്കും, അടിപൊളിയായിട്ട് ചെയ്യണം. പിന്നെ ഐബ്രോസ് വന്നിട്ട് ഒട്ടും എഴുതിയ പോലെ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഐബ്രോസ് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലാക്ക് ആയിട്ട് ഇരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു നമ്മുടെ ബെനഫിറ്റിൻ്റെ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. കാരണം ഒത്തിരി ഡാർക്ക് ആവണ്ടെന്നുള്ളത് ആൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ടു ഫേസിൻ്റെ കൺസീലർ വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട്, കാരണം അത്യാവശ്യം ഐസിലൊക്കെ നല്ല പിഗ്മെൻറ്റഡ് ആണ്. ആളുടെ ഐസൊക്കെ വന്നിട്ട് ഐസിൻ്റെ സർക്കിൾ ഏരിയ വന്നിട്ട് നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഫേസ് നല്ലതുപോലെ ഒന്ന് ഐബ്രോസ് നല്ലതുപോലെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ K2Pയുടെ ടോണർ അപ്ലൈ ചെയ്തത് കേട്ടോ. കാരണം K2Pയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ ഓയിൽ കൺട്രോൾ ചെയ്യുന്ന ടോണറാണ്. അപ്പോൾ അത് ഓയിൽ സ്കിന്നുകാർക്ക് കുറച്ചും കൂടി നല്ലതാണ്. എന്നിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട് നമുക്ക് എങ്ങനെയാണ് ടോണർ മനസ്സിലാക്കാൻ. നമ്മൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഇൻഗ്രീഡിയൻസും അതിൽ എഴുതിയേക്കണത് നമ്മൾ വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം അത് ഏത് സ്കിന്നിന് യൂസ് ചെയ്യണതാണ്. ഒരു പ്രോഡക്റ്റിൽ എഴുതിയിട്ടുണ്ടാവും ഡ്രൈ ടു നോർമൽ ഡ്രൈ, അല്ലെങ്കിൽ ഓയിൽ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ ഉള്ള സ്കിന്നുകാർക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ K2Pയിൽ എഴുതിയിട്ടുണ്ട് ഓയിൽ കൺട്രോൾ ടോണർ എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെയാണ്. ഒന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുറേ ബ്രാൻഡിൻ്റെ ഒന്നും വാങ്ങിച്ച് വെക്കാൻ പറ്റില്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡിൻ്റെ റോസ് വാട്ടർ യൂസ് ചെയ്യാം, അത് എല്ലാ സ്കിൻ ടൈപ്പിനും പൊക്കോളും. അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ഇങ്ങനെ വാട്സപ്പിൽ ചോദിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിനകത്തുണ്ടല്ലോ, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കറിയുന്നത് പോലെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ദെൻ ഐ മേക്കപ്പാണ് കേട്ടോ. ഐ നല്ലതുപോലെ കൺസീൽ ചെയ്തതിന് ശേഷം ഒരു പൗഡർ സെറ്റിംഗ് കൊടുത്തായിരുന്നു. അതിന് ശേഷം നമ്മൾ ഐ മേക്കപ്പ് ചെയ്തു കേട്ടോ. ഐ മേക്കപ്പ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, നല്ലപോലെ ഐ മേക്കപ്പ് കാണുന്ന രീതിയിലുള്ള ഐ മേക്കപ്പും ലിപ്പാണ് മെയിനായിട്ട് പറഞ്ഞ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഐ മേക്കപ്പ് വളരെ ടൈം എടുത്ത് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഞാൻ ഫേസ് ചെയ്യുന്നേക്കാളും ടൈം എടുക്കുന്നത് ഐ ചെയ്യാനാണ്. ഐ മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ എൻ്റെ ഫേസ് തീരുമെന്ന് എനിക്കറിയാം. ഐ മേക്കപ്പ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഐ മേക്കപ്പാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ഐ നല്ലതുപോലെ ഒന്ന് ഇതാവണം, ഫേസിലോട്ട് അവർക്ക് അവരുടെ ഈ പറഞ്ഞ പോലെ നാച്ചുറലായിട്ട് ഇരിക്കണം എന്ന് തന്നെ പറയാറ് കേട്ടോ. അപ്പോൾ ന്യൂബേർഡും ഇതൊക്കെ തന്നെയായിരുന്നു. ഐയും ലിപ്പായിരുന്നു മെയിനായിട്ട് ആൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഐ മേക്കപ്പ് വന്നിട്ട് നല്ലതുപോലൊരു സ്മോക്കി ഐസ് കൊടുത്തു, നല്ല പോലെ ഗ്ലിറ്റർ കൊടുത്തായിരുന്നു കേട്ടോ. കാരണം ലെഹങ്കയൊക്കെ വന്നിട്ട് അത്യാവശ്യം ഒരു ഗ്ലിറ്റർ ടൈപ്പ് ഒരു പർപ്പിൾ ഷെയ്ഡൊക്കെ ആയിരുന്നു
ആളുടെ ലെഹങ്ക വന്നിട്ട് ലാവൻഡറൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ലെഹങ്കയായിരുന്നു. അപ്പോൾ അതിന് പോകുന്നൊരു ടൈപ്പ് ഐ മേക്കപ്പാണ് കേട്ടോ കൊടുത്തത്. ഫസ്റ്റ് ഞാൻ ഐ മേക്കപ്പിൽ ബേസ് ഒരു പിങ്ക് അങ്ങനത്തെ കൊടുത്തതിന് ശേഷം ഒരു നമ്മുടെ ലിപ് ലൈനർ വെച്ചിട്ട് പിങ്ക് വെച്ചിട്ട് നല്ലതുപോലെ എഴുതി അതൊന്ന് ഒരു അതിൻ്റെ ഷെയ്ഡിൽ തന്നെയുള്ള ഒരു പൗഡർ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ബ്ലാക്ക് സ്മോക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്ത്. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കണ്ണ് കാണുമ്പോൾ അറിയാമല്ലോ, നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതിൻ്റെ മുകളിൽ നമ്മളൊരു ബ്രൗൺ ഐബ്രോ ഒരു ബ്രൗൺ കളർ പെൻസിലും കൊണ്ട് കൂടി ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ പറയാനുള്ളത് നുബയുടെ കണ്ണ് വന്നിട്ട് വലിയ കണ്ണാണ്. അപ്പം നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. ഒത്തിരി തീരെ ചെറിയ ഒരു കണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് പോയിട്ട് കുറേ ഐ മേക്കപ്പിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണില്ല. വലിയ കണ്ണുള്ളവർക്കാണ് എപ്പോഴും ഐ മേക്കപ്പ് കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തത് ജെല്ല് വെച്ചിട്ട് എഴുതിയിട്ട് നല്ലതുപോലെ സ്മോക്കാക്കാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലാഷ് ലൈനിൽ നല്ലതുപോലെ വളരെ തിന്നായിട്ട് എഴുതിയിട്ട് നമ്മൾ സ്മോക്ക് ചെയ്യുന്ന ഒരു ബ്രഷ് കൊണ്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ബ്ലെൻഡിങ് ആണ് നമ്മുടെ സ്മോക്ക് ഐസ് ഏറ്റവും അടിപൊളിയാക്കുന്നത് കേട്ടോ. നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യുക, ഒരിക്കലും എഴുതി വെച്ചതുപോലെ തോന്നാതെ അതിങ്ങനെ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കേട്ടോ ഭംഗി കാണാനായിട്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ഒരു ബ്രൗൺ പെൻസിൽ എടുക്കും. എൻ്റെ ഒരു അർബൻ ഡിക്കയുടെ ഒരു ബ്രൗൺ പെൻസിലുണ്ട്, കാജലുണ്ട്, അതുകൊണ്ടും കൂടി ഞാൻ എഴുതിയിട്ട് ഈ ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്ത ഐ ഷാഡോ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് അവരുടെ ഐബോളിൻ്റെ മുകളിൽ നല്ലതുപോലെ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ളിടത്ത് നമ്മളൊരു ഗ്ലിറ്റർ ഒരു സ്പാർക്ക് ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു നുബയുടെ ഐ മേക്കപ്പിൻ്റെ ഡീറ്റെയിൽ. ലാഷ് വെച്ച് കൊടുത്ത് 56 ആണ് കേട്ടോ. ഞാൻ PSCയുടെ ഗ്ലൂ വെച്ചിട്ടാണ് ലാഷ് സ്റ്റിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഐ മേക്കപ്പിൻ്റെ ഡീറ്റെയിൽ. പിന്നെ അർബൻ ഡിക്കയുടെ ലിഥിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് ഗ്ലിറ്റർ സ്പാർക്ക് നമ്മൾ നല്ലതുപോലെ ബ്രഷ് കൊണ്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തത്. നോർമലി ഞാൻ കൈ കൊണ്ടാണ് ചെയ്യാറ്, പക്ഷെ ബ്രഷ് വെച്ചിട്ട് നല്ല തിക്കായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. കാരണം പറഞ്ഞില്ലേ, കണ്ണ് നല്ല വലിയ കണ്ണാണ്, ആളുടെ ഫേസിൽ കണ്ണാണ് ശരിക്കും ഭംഗി കാണാനായിട്ട്. അപ്പം നമ്മൾ ആ ഐസിൽ ശരിക്കും അതങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ദെൻ CTയുടെ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്തത്. ഷാർലറ്റ് ടിൽബറിയുടെ മസ്കാര വെച്ചിട്ട് നല്ലതുപോലെ ആളുടെ ഫേക്ക് ലാഷസും ആളുടെ ഓൺ ലാഷസും കൂടെ മേർജ് ചെയ്യുന്ന രീതിയിൽ നല്ലതുപോലെ മസ്കാര അപ്ലൈ ചെയ്തോട്ടെ. ഞാൻ ഷെയ്ഡ് യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ കണ്ണ് നല്ലതുപോലെ പെടപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളത് എത്ര പിടിച്ചിട്ടും ആൾക്കത് ഭയങ്കര പെടപ്പിക്കലായിരുന്നു, ആൾ കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഷെയ്ഡ് വെച്ചിട്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. താഴെ ഈ പറഞ്ഞതുപോലെ സെയിം ഷാർലറ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത്. കണ്ണുമ്പോൾ നിങ്ങൾക്കറിയാം കണ്ണാളെ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല, ചിലർക്ക് അതായിരിക്കും. ഇവിടെ പ്രത്യേകത കണ്ണിൽ തൊട്ടാൽ അപ്പോൾ ആൾ കരയും. കണ്ണിൽ നമ്മൾ എന്ത് മേക്കപ്പ് നമ്മളിപ്പോൾ കണ്ണിൽ ഷാഡോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോലും ആൾ കണ്ണിൽ നിന്ന് വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് അധികം നേരം നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എപ്പോൾ കണ്ണിൽ തൊട്ടോ അപ്പോൾ ആൾ കരയും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ടിഷ്യൂ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ടാണ് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഐ മേക്കപ്പും ഐബ്രോസിൻ്റെ ഡീറ്റെയിൽ. ദെൻ ഞാൻ ഇട്ട് കൊടുത്തത് ഫസ്റ്റ് ഞാൻ ഒരു കൗബോയ് എന്നിട്ടുള്ള ഷെയ്ഡ് ഇട്ട് കൊടുത്തോട്ടെ. അപ്പോൾ അത് അത്ര അങ്ങോട്ട് വിസിബിൾ ആവാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഇത് വീഡിയോയിലോട്ട് ഈ ഒരു ഷെയ്ഡ് ഓക്കെയാണ്, നല്ല ഭംഗിയുണ്ടെന്ന് തോന്നും. പക്ഷെ ഇത് ഡയറക്റ്റ് കാണുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് പോയ പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് അതിന് മുകളിൽ ലിഥിയം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്ക് ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കളറ് നല്ലതാണ് കേട്ടോ. ഈ അർബൻ ഡിക്കയുടെ ഈ ഒരു 2 ഷെയ്ഡ്, ഒരു കൗബോയും ഉണ്ട്, വേറൊരു ഷെയ്ഡും കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് നൈക്കയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം കേട്ടോ, 2 ഷെയ്ഡ് ലൈറ്റായിട്ടുള്ളത്. പക്ഷെ ഇത് നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡ്സിന് വെഡ്ഡിങ്ങിനൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലത് ഇതാണ് കേട്ടോ. പക്ഷെ കുറച്ചും കൂടി ഒന്ന് പോപ്പ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ലിഥിയാണ് എപ്പോഴും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുക. ഞാൻ സ്മോക്ക് എഴുതിയ ഭാഗത്തേക്ക് കൊടുത്തില്ല, അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടാണ് കേട്ടോ, ക്രീസിലോട്ടാണ് ഇട്ട് കൊടുത്തത്. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണത് ഈ പ്രാവശ്യം എനിക്ക് ഐ മേക്കപ്പ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ പറ്റി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് പറയുന്നത്. നോർമലി നമ്മൾ ഐ മേക്കപ്പിൻ്റെ സമയത്ത് അവിടെ ഫോൺ വെക്കെങ്കിലും ഇത്ര പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഐ മേക്കപ്പിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം കേട്ടോ.
ദെൻ കെ ബ്യൂട്ടി വെച്ചിട്ട് നല്ലൊരു അടിപൊളി വിങ് ഇട്ട് കൊടുത്തു. നമ്മൾ ഇങ്ങനത്തെ ലെഹങ്ക, ഗൗൺ, കുറച്ചിങ്ങനെ നല്ല ഗ്ലിറ്ററി ആയിട്ട് നിൽക്കുന്ന ഡ്രസ്സുകൾക്കൊക്കെ നല്ല അടിപൊളി വിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ മേക്കപ്പ് കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. കെ ബ്യൂട്ടിയുടെ ഈ ഐലൈനറാണ് മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യണം. നല്ല സ്റ്റേ കിട്ടുന്നുണ്ട്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആവുന്നുണ്ട്, വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര തിന്നാണ് അതിൻ്റെ ബ്രഷ് വന്നിട്ട്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ എഴുതി കൊടുക്കാൻ എളുപ്പമാണ്. സ്മോക്ക് ഐസ് കൊടുത്താൽ നമ്മൾ എപ്പോഴും ലൈനർ എഴുതി കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മുടെ ലാഷ് ലൈനിൽ ആ ഗ്ലൂവിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ലാഷ് ലൈൻ മാത്രമാണ് കേട്ടോ ഞാൻ എഴുതി കൊടുക്കാറുള്ളൂ. അപ്പോൾ ആ ഗ്ലൂവിൻ്റെ ഒരു എഫക്റ്റൊക്കെ ഒന്ന് കുറഞ്ഞോളൂ കേട്ടോ. ദെൻ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. മോയ്സ്ചറൈസർ വന്നിട്ട് നമ്മുടെ എംബ്രോയിഡറൈസിൻ്റെ മോയ്സ്ചറൈസർ ആയിരുന്നു. ഓൾ സ്കിൻ ടൈപ്പിന് പോകുന്നതാണല്ലോ. അത് വെച്ചിട്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് അത് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഞാൻ പുറത്ത് റോട്ടിലിരിക്കുന്നത് കേട്ടോ. ഞാൻ റോട്ടിൽ കാറിലിരിക്കുന്ന സമയത്താണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ സൈഡിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണേ. കിളികളുടെ സൗണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അല്ലാതെ ഇതിന് വോയിസ് ഓവർ കൊടുത്തിട്ട് ഈ വീഡിയോ ഇടാനായിട്ട് അല്ലെങ്കിൽ പറ്റില്ല. ദെൻ ഞാൻ അണ്ടർ ഐയുടെ താഴെ നമ്മുടെ ഓക്സിലോയുടെ അണ്ടർ ഐ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്ത്. കാരണം അത്യാവശ്യം ഈ പറഞ്ഞ പോലെ സ്മൈൽ ലൈൻസും ഈ അണ്ടർ ഐയിൽ അത്യാവശ്യം ലൈൻസൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദെൻ ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ സ്മാഷ് ബോക്സിൻ്റെ പ്രൈമറാണ് കേട്ടോ. നല്ലതുപോലെ 2 കൈവിരലിലിട്ട് നല്ലതുപോലെ അത് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഓൾ ഓവർ സ്കിൻ ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം അത്യാവശ്യം സ്വെറ്റിംഗ് ഉള്ളൊരു ടൈപ്പാണ്. അപ്പോൾ സ്വെറ്റിംഗ് ഉള്ളവർക്കൊക്കെ പ്രൈമർ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു ക്ലൈമറ്റിൽ ഏപ്രിൽ മെയ് വരെയൊക്കെയുള്ള ക്ലൈമറ്റിൽ നമുക്ക് നല്ലതുപോലെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതുപോലെ നമ്മൾ ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫിക്സർ ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതുപോലെ നല്ല ലോങ് ലാസ്റ്റിംഗ് തരുന്ന ഫിക്സറുകളായിരിക്കണം യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ദെൻ കൺസീലർ അപ്ലൈ ചെയ്ത് ആളുടെ സ്കിന്നിലത്തെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും അണ്ണീവനായിട്ടുള്ള എല്ലാം നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ 2 ഫേസിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് നല്ലതുപോലെ ബ്രഷ് കൊണ്ടാണ് കേട്ടോ ഫുള്ള് ഞാൻ ഫേസ് കവർ ചെയ്തിട്ടുണ്ട്. കാരണം ആൾക്ക് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ലപോലെ പിഗ്മെൻറ്റഡ് ആണ്, ഡാർക്ക് സ്പോട്ട് ഉണ്ട്, പിമ്പിൾസ് വന്നതിൻ്റെ. അപ്പോൾ അതാ ഇതുപോലെ കവർ ചെയ്തു കേട്ടോ ഫുള്ളായിട്ട് ആളുടെ ഫേസ്. ദെൻ ഞാൻ യൂസ് ചെയ്ത ഫൗണ്ടേഷൻ വന്നിട്ട് നമ്മുടെ ഷാർലറ്റും കുറച്ച് നാസും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്കിന്നിൽ സ്വാച്ച് ചെയ്ത് നോക്കിയിട്ടാണ്. അപ്പോൾ ആൾക്ക് ഒത്തിരി ഓവറായിട്ട് നിൽക്കണ്ട, എന്നാൽ ആളുടെ സ്കിന്നിനേക്കാൾ ഒരു പൊടിക്ക് ബ്രൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ എപ്പോഴും നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഷെയ്ഡ് സ്വാച്ച് ചെയ്ത് നോക്കേണ്ടത്. കാരണം നമ്മുടെ നെക്കിൻ്റെ ഏരിയയും നമ്മുടെ ഈ ഫേസിൻ്റെ ഏരിയയും കൂടെ മിക്സ് ആയി പോകുന്ന ഒരു ഷെയ്ഡായിരിക്കണം എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗമായിരിക്കണം എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് കേട്ടോ. ദെൻ ഞാനിതാ നമ്മുടെ ബ്യൂട്ടിലീഷ്യസിൻ്റെ ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം എനിക്ക് ഞാൻ എടുത്ത കളറ് ഒരു പൊടിക്ക് ബ്രൈറ്റ് ആയ പോലെ, കാരണം പെട്ടെന്ന് സ്കിന്നിലോട്ട് അബ്സോർബ് ആയ പോലെ തോന്നിയപ്പോൾ ഞാൻ ഒരു പൊടിക്ക് ഷാർലറ്റിൻ്റെ ഷെയ്ഡിൽ ഒരു നല്ല അത്യാവശ്യം ഫെയറും കൂടെ മിക്സ് ചെയ്തായിരുന്നു കേട്ടോ. ഫൗണ്ടേഷൻ മിക്സിങ് പിന്നെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമ്മുടെ സ്കിന്നിനേക്കാളും എപ്പോഴും ഒരു പൊടിക്ക് ലൈറ്റർ ഷെയ്ഡ് എപ്പോഴും എടുക്കാൻ നോക്കുക. എന്തെങ്കിലും ഇപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ചിലവരുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അത് ഓക്സിഡൈസ് ആയി പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു റിസ്ക് ഇല്ലാതിരിക്കാനായിട്ട് 2 ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു ഷെയ്ഡോ എപ്പോഴും ലൈറ്റർ ഷെയ്ഡ് എടുക്കണതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നുബയ്ക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ബ്യൂട്ടിലീഷ്യസിൻ്റെ ഈ ബ്രഷ് വന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് പറ്റുന്നൊരു ബ്രഷാണ് കേട്ടോ ബ്യൂട്ടിലീഷ്യസിൻ്റെ ഈ ബ്രഷ് വന്നിട്ട്. ദെൻ ഞാൻ നമ്മുടെ ഒരു പൗഡർ ബ്ലഷ് ഫസ്റ്റ് ഞാനൊരു നമ്മുടെ ക്രീം ബ്ലഷ് ഇട്ട് കൊടുത്തു, നമ്മുടെ ന്യൂഡ് സ്റ്റിക്സ് ഇട്ട് കൊടുത്തു കേട്ടോ. ദെൻ ഞാൻ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. കാരണം അത് സ്വെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ലാസ്റ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ട്. ദെൻ K2P വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുറേ ഒന്നുമില്ല, നല്ലതുപോലെ ഒന്ന് അണ്ടറയും ആ ഒരു നോസിൻ്റെ ഓയിൽ വരുന്ന ഭാഗങ്ങൾ ഞാൻ K2P വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തത്. K2P കുറച്ച് അത്യാവശ്യം നല്ലോണം നമുക്ക് ഈ പറഞ്ഞ പോലെ സ്വെറ്റിങ്ങൊക്കെ കൺട്രോൾ ചെയ്ത് തരുന്നൊരു പൗഡറാണ് കേട്ടോ. അപ്പം ഞാൻ ഈ അണ്ടറയുടെ ഭാഗവും അതുപോലെ ചീക്സിൻ്റെ ഭാഗവും നോസിൻ്റെ ഭാഗമൊക്കെ നല്ലതുപോലെ പൗഡർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ബോബി ബ്രൗണിൻ്റെ ഒരു ബ്ലഷ് വെച്ചിട്ട് ഒന്നും കൂടെ ചീക്സിൻ്റെ ഏരിയ അതും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ആള്
നിൽക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ നമുക്ക് അവർക്ക് വരുന്ന ഹാള് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോൺ എ സി ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡാൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലപോലെ വേർക്കും. അപ്പം മേക്കപ്പ് നല്ലപോലെ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഈ പറഞ്ഞ പോലെ ഫേസൊക്കെ നല്ലതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്ത് നല്ലൊരു ഫിക്സറൊക്കെ കൊടുത്താലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നിൽക്കുള്ളൂ. ഇപ്പം നമ്മൾ രാവിലെ 10 മണിക്കൊക്കെ ചെയ്ത മേക്കപ്പ് അവർക്ക് രാത്രി 10 മണി വരെ ഒരു കുഴപ്പമില്ലാതെ നിന്നിട്ടുണ്ട്. ഞാൻ രാത്രി 10 മണിക്ക് അവരുടെ ഫംഗ്ഷന് ചെല്ലുമ്പോൾ മേക്കപ്പിന് ഒരു കുഴപ്പമില്ലാതെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മേക്കപ്പ് നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. നമ്മളൊരു എല്ലാത്തിനും ഒരു ഡ്രൈയിങ് ടൈം കൊടുത്ത് ഇതുപോലെ ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ അങ്ങനെ നോർമലി ഞാൻ എടുത്തേക്കുന്നൊരു വീഡിയോ ആണ്, അതിനകത്ത് ഫിൽറ്ററോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ നാസിൻ്റെ ഒരു ലിപ് ലൈനർ വെച്ചിട്ട് നല്ലതുപോലെ ലൈൻ ചെയ്തു. പിന്നെ എന്നോട് ഡാർക്ക് മെറൂൺ കളറ് ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇട്ട് നമ്മൾ ഇട്ട് കൊടുത്തത്. ഡാർക്ക് മെറൂൺ ഇട്ട് കൊടുത്തായിരുന്നു. നമ്മുടെ കിറോയുടെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതായിരുന്നു നുബയുടെ മേക്കപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്. നമ്മൾ പിന്നെ PSCയുടെ കാജൽ വെച്ചിട്ട് അണ്ടർ ഐ എഴുതി കൊടുത്തു കേട്ടോ. കാരണം വലിയ കണ്ണായ ആൾക്ക് അണ്ടർ ഐ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ എഴുതി കൊടുത്തിട്ട് പിന്നെ ഒരു പിങ്ക് നമ്മൾ മുകളിൽ യൂസ് ചെയ്ത സെയിം ഐ ഷാഡോ വെച്ചിട്ട് താഴെ ഒന്ന് ഷെയ്ഡ് ചെയ്തു. കണ്ണിൽ തൊട്ടുമ്പോഴേക്കും കണ്ണിൽ നിന്ന് വെള്ളം വന്ന് പിന്നെ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തു കേട്ടോ. PSCയുടെ ഫിക്സർ വെച്ചിട്ട് നല്ലതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്തു. PSCയുടെ ഒരു ഫിക്സർ വരുമ്പോൾ അത്യാവശ്യം നല്ല ഗ്ലോ വരും. ദെൻ നമ്മൾ വേറൊരു നല്ലപോലെ ലോക്ക് ചെയ്യുന്ന ഒരു ഫിക്സറും കൂടെ അടിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ലോറിയലിൻ്റെ ഫിക്സറാണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ അതൊക്കെയായിരുന്നു നുബയുടെ മേക്കപ്പിൻ്റെ വിശേഷങ്ങൾ. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെടുക്കും. കാരണം മേക്കപ്പ് കഴിഞ്ഞ് പിന്നെ ഒരു ഓട്ടമായിരുന്നു, പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വെഡ്ഡിങ്ങിൻ്റെ ലുക്കും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നുബയുടെ ഫൈനൽ ലുക്ക്. ഹൈലൈറ്റർ ഇട്ട് കൊടുത്തത് നമ്മൾ ഡിയോറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു മേക്കപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളൂ. ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. വെഡ്ഡിങ്ങിൻ്റെ ലുക്ക് ഇതായിരുന്നു. ഇതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കും. കാരണം സെയിം വീഡിയോസ് പറഞ്ഞ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ ഇതായിരുന്നു നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ ലുക്ക് വന്നിട്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാട്ടെ ഇതുപോലെ വിശേഷങ്ങളൊക്കെ.